നീ ഇങ്ങനെ വരില്ല. മൂർഖൻ പാമ്പാണ്. കടിച്ചു പോയ ചത്തുപോവും. ഒന്ന് അങ്ങോട്ട് ഇരിക്ക്. നിങ്ങൾ ഇങ്ങനെ ആടെ നിന്നിരുന്നോണ്ട് അത് നോക്ക്, പാമ്പന് നോക്ക്. വടിയും കൊണ്ട് നിന്നിട്ട് കാര്യമില്ല. ഈ കല്ലുണ്ടല്ല, ഓരോന്നായിട്ട് മെല്ലെ എടുത്ത് മാറ്റണം. അല്ലാണ്ട് വടിയും കൊണ്ട് നിന്നിട്ട് കാര്യമില്ല. എന്നിട്ട് ആടുന്ന് നല്ല ഇപ്പം പാമ്പ് ഒരുപക്ഷെ അങ്ങോട്ട് ചാടിയേക്കും. അങ്ങോട്ട് ഓടുമ്പോ ഈ കരിങ്കല്ല് ജില്ല് കൂടിയില്ലേ, ആ കൂട്ടിയൊക്കെ വെച്ച് അടിക്കണം. കുത്താൻ പാടില്ല. വടിയുടെ മുകളിൽ കയറും. എന്താ പാമ്പ്. പാമ്പോ? എവിടെ? ഇവിടെ മൂർഖൻ പാമ്പാന്ന്. കണ്ട? നിങ്ങൾ കണ്ട? ഞാനാ കണ്ടിട്ട് പിന്നെ നോക്കിക്ക, അതിന് കുത്തി പുറത്തടിച്ച് കൊല്ലാൻ നോക്ക്. കല്ലിന്റെ ഇടക്കൊണ്ട് ഇത് പിടിക്ക്. പോയ സ്ഥലം നിങ്ങൾക്കല്ലേ അറിയാം, ആ വഴിയിലെ കുത്ത്. ഞാനാ പിന്നല്ലാണ്ട് വെറുതെ സംസാരിച്ചെന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ചെയ്യാം ആദ്യം അങ്ങോട്ട് കുത്തത്. ഞാൻ പറയണ പോലെ കേട്ടാൽ മതി. പാമ്പിന് പുറത്തടിച്ച് കൊല്ലല്ലേ ഉണ്ട്. ഞാൻ പറയണ കേട്ടാ ഇട്ടാ ഇത് അവിടെ കുത്തത്. അത് കുത്തുമ്പോഴേ നിങ്ങൾ മൂന്നാലൊരു കാര്യം ചെയ്യണം. പാമ്പ് അധികം വരുന്നുണ്ടെങ്കിൽ അപ്പൊ തല്ലണം. ഒരടിയുടെ ബാക്കിലേക്ക് വിട്ട് പാമ്പല്ലേ. അതെ, നിങ്ങൾ ഇങ്ങനെ അടുത്തേക്ക് നിൽക്കണം, വിട്ട് നിൽക്കണം കേട്ടോ. ഞാൻ പറയണ പോലെ കേക്ക് കാരണം നിങ്ങൾ ഇവിടുന്ന് കുത്ത്. എവിടെ? ഇവിടെ അല്ലേ? അതെ, ഇവിടെ. അപ്പൊ നിങ്ങൾ അതേ കുത്തുമ്പോ പാമ്പ് അതേ വന്നാൽ നിങ്ങൾ തല്ലണം കേട്ടോ. അല്ല, ഒരു കാര്യം ചെപ്പത് കുത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് വല്ല പഴുതുണ്ടെങ്കിൽ എന്താ ചെയ്യാ? ഇതിനിപ്പോ പുറത്തേ അടിക്കാൻ ചേച്ചി മണ്ണെണ്ണ ഉണ്ട് അവിടെ? അന്ന് പോയിട്ട് കുറച്ച് മണ്ണെണ്ണ എടുത്തിട്ട് വന്നേ, മണ്ണെണ്ണ ഒഴിക്കാൻ നമുക്ക്. പിന്നെ പുകച്ചാലും പുറത്ത് ചാടുന്ന തോന്നുന്നു. അങ്ങനെ ചാടും അല്ലേ? പാമ്പ് ഇപ്പൊ പുറത്ത് വരുമ്പോ ഒരു കാര്യം ചെയ്യാം നമുക്ക്. നിങ്ങൾ ഒരു അടി ഇങ്ങോട്ട് ബാക്കിലിരിക്കുന്ന എന്നൊരു കാര്യം ചെയ്യാം നമുക്ക്. നിങ്ങൾ ഒരു 2 സ്റ്റെപ്പ് ബാക്കിലിരിക്കുന്ന. കുറച്ചുകൂടി. ഇയാൾ കുറച്ചങ്ങോട്ട് അതിലും കൂടുതൽ ബാക്കിലിരിക്കുന്ന. കുറച്ചുകൂടി. ഈ പാമ്പ് ഇപ്പൊ പുറത്ത് വരുമ്പോ ഇനിയിപ്പൊ ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ചാടിയിട്ട് ഇത് എങ്ങനെ ഇങ്ങോട്ട് എഴയുമ്പോ ആദ്യം ഇയാൾ അടിക്കണം. തലക്കടിക്കണം. അഥവാ അടി മിസ്സായാൽ ഇയാൾ അപ്പ ചാടി അടിക്കണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ ഇയാൾ അടിക്കണം. മൂന്നാമത്തെ ആളിലെ പാമ്പ് തീരണം. അതാ വീടിന്റെ അകത്തേക്ക് എങ്ങനെ പോയാൽ അറിയാലോ. പണിയാവും. കല്ലെടുത്ത് മാറ്റിയ പാമ്പ് പുറത്തേടും. അതല്ലേ ഞാൻ പറഞ്ഞു, കല്ലെടുത്ത് മാറ്റണം. അങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുമോ? ഇപ്പൊ പാമ്പ് കല്ലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്ന് മുകളിലേക്ക് ഇങ്ങനെ നിക്കാന്ന് വെച്ചോ. ഫസ്റ്റിലെ കല്ലെടുക്കുമ്പോ കയ്യിൽ കൊത്തിയാലോ? അപ്പൊ പാമ്പ് എവിടെ നമുക്കറിയോ? അപ്പൊ പാമ്പ് പുറത്തിയാടണം. നമ്മൾ ഈ പാമ്പ് പുറത്തിയാടപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഹലോ, അയ്യോ പറഞ്ഞ പോലെ അമ്പല കമ്മിറ്റിയുടെ മീറ്റിംഗ് അല്ലേ? ഞാൻ എന്താ വരുന്നു. ഇതാവട്ടെ എന്നെ ചെയ്യണേ. എന്നോട് ചോദിക്കുന്നത്? പോയ ഓനോട് ചോദിക്ക് എന്ത് ചെയ്യേണ്ടെന്ന്. നിങ്ങളല്ലേ ഓൻ പറയുന്ന ഡയറക്ഷനിൽ ബാക്കിലോട്ടും മുന്നിലോട്ടും എല്ലാം നിന്നിട്ട് ഓന്റെ ഡയറക്ഷൻ കേട്ട് നിന്ന്. പുള്ളി പറഞ്ഞല്ലേ കേൾക്കാൻ പറ്റുള്ളൂ നമുക്കിപ്പോ. എന്തിന്? അതുവരെ നമ്മ അതിനെ ശ്രമിച്ചോണ്ടിരിക്കല്ലെന്ന്. എന്തൊരു പണിയാന്ന്. ഇപ്പൊ കൊല്ലുന്നല്ലേ അമ്മ? അയ്യോ അയ്യോ. ഉണ്ടോ? ഈ ചട്ടി എടുത്ത് താഴ്ത്ത് വെച്ച. ആ തിരുവലുത്ത ചുവന്ന പൂവുള്ള ചട്ടി എടുത്ത് ഇവിടെ വെക്കി. ഇനി ഇതെടുത്ത് അവിടെ കൊണ്ടേക്ക്. ഇങ്ങോട്ട് വാ. ഇതെടുത്ത് താഴത്തേക്ക്. ഇനി ഇതല്ലാത്ത വേറൊരു കളറുള്ള പൂ വേണ്ട. ആ ചട്ടി എടുത്ത് കൊടുന്ന് അവിടെ വെക്കി. അതന്നെ. അളിയാ, എന്തല്ല അളിയനെ വാ. ഇല്ല, ഞാൻ കേറുന്നില്ല. ഞാൻ ഇവിടം വരെ പോയിട്ട്. എവിടെ? ഞാൻ നമ്മൾ ഈ കവല വരെ. എന്താ അവിടെ?
ആടാ മറ്റേ ടോപ്പ് അപ്പ് ഫിനാൻസിൽ അതിന്റെ ഉദ്ഘാടനമായിരുന്നു. ടോപ്പ് ഫിനാൻസിന്റെ ഉദ്ഘാടനം എന്നോ? ആ. അതെവിടെയാ? അതാ KP ബിൽഡിംഗില്ലേ? അതെ. അണക്ക് ക്ഷണുണ്ടോ? അളി അറിയില്ല, ക്ഷണമൊന്നുമില്ല. ഞാൻ പിന്നെ ആടാ മറ്റേ ഈ സെക്യൂരിറ്റിന്റെ പണി ഉണ്ടോന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. റെക്കമെൻഡേഷൻ ഉണ്ടാ? ഇല്ല, റെക്കമെൻഡേഷൻ ഒന്നുമില്ല. പിന്നെ നീ ഇങ്ങനെ പോയി എനക്ക് ഇവിടുന്ന് ജോലി കിട്ടുക? സംസാരിക്കാൻ കാര്യബോധമുള്ള ഒരാൾ കൂടെ വേണം. ഞാൻ വരാം. അല്ല, അതിന്റെ ആവശ്യമില്ല, ഞാൻ സംസാരിച്ചാ മതി. അയ്യ, അത് വേണ്ട. അളിയനോട് ജോലി കിട്ടുന്ന കാര്യമല്ലേ. ഞാൻ വരാന്നേ. എന്റെ പൊന്നളിയെ വേണ്ടെന്ന്. ഞാൻ വരാം. നീ എന്താ നോക്കിക്കൊണ്ടിരിക്കണം? നീ പണിയെടുക്ക്. ഞാൻ പോയിട്ട് വരാം. ഞാൻ വരാം അളിയ. ചേച്ചിയെ പോയിട്ട് വരാട്ടാ. ഇനിയിപ്പോ അവിടെ പോയിട്ട് ഒരുപാടൊന്നും പറയണ്ട. നീ വിട്. ഇത് ശരിയാക്കി എന്നെ പണിയാനുള്ളത് നോക്കി വരണ്ട ബ്രോ. ചേട്ടാ നോക്കി വന്നല്ലേ, ഫോണൊക്കെ അടിച്ചതല്ലേ. ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇല്ല ചെറിയ എന്തെങ്കിലും പറ്റിയാ? ഇല്ല, വണ്ടി ചെറുതായിട്ടൊന്ന് ഇടിച്ചേ. പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ ടേണിങ് വന്നു. പെട്ടെന്ന് കണ്ടില്ല. കുഴപ്പമൊന്നുമില്ല. ചെറിയ പരിക്കുള്ളൂ. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പുള്ളി മാത്രമേ വീണുള്ളൂ. തലയിടിച്ചൊന്നുമില്ലല്ലോ? ഇല്ല, തലയൊന്നും ഇടിച്ചില്ല. ഇവിടെ ചെറുതായിട്ടൊന്ന് കൂറി. ചെറിയ സ്ക്രാച്ച്. അതെ, വണ്ടിക്ക് എന്തെങ്കിലും പിന്നെ ഇത് കണ്ടിട്ട് എങ്ങനെ പോണു? നീ വന്നങ്ങട്. അത് കുഴപ്പമില്ല. അതെ, എന്താ അല്ല, ചെറുതായിട്ടൊന്നും വണ്ടി ആക്സിഡന്റാ? ഇടിച്ചാ? ഇല്ല, ചെറിയൊരു തട്ടല്ല. അത്ര വണ്ടി പറഞ്ഞോ? അയ്യോ, എന്നിട്ട് തലക്കെന്തിനും പറ്റിയാ? കൈകുത്തി. എന്നാലും ഇവിടുന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് മറിയുമ്പോ തലയിടിച്ചു വീഴില്ലേ? ഈ തിരക്കിൽ താൻ കാണോടോ തലയിടിച്ചോന്ന്? ഹെൽമെറ്റ് ഉണ്ടല്ലോ, കുഴപ്പമില്ല. ഹെൽമെറ്റ് വെച്ച് എത്ര ആള് തലയിടിച്ച് വീണിട്ട് 2 ദിവസം കഴിയുമ്പോഴും ചിലപ്പോൾ ബ്ലഡ് വരിക. അത് കയ്യോടെ കൊണ്ട് സ്കാൻ ചെയ്താലേ തലക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോന്ന് അറിയുള്ളൂ. അല്ല, ചെറുതായിട്ടൊന്നും അടിച്ചോളൂ. അതങ്ങനെ കാണരുത്. ആക്സിഡന്റ് ആയ സമയത്ത് ആ തരിപ്പില് ചിലപ്പോ വേദന ഒന്നും അറിയില്ല. ആ കയ്യൊന്ന് പിടിച്ച് ഒന്ന് ഇളക്കി മടക്കി നോക്കി. കുഴപ്പമില്ല. ഈ കയ്യൊന്നും മടക്കി. ഈ കൈ ഇടിച്ചല്ലേ കാലിന്റെ ഇവിടെ പൊട്ടിക്കണണ്ട. അതൊരു ടീറ്റ് അടിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അതെ, ഏത് കാര്യവും നിസാരാക്കി എടുക്കണതാണ് നമുക്ക് വരുന്ന ഏറ്റവും തെറ്റ്. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വിവരമുള്ള കൂട്ടത്തിലല്ലേ? ഒന്ന് കൊണ്ടേ ചെക്ക് ചെയ്തൂടെ? സംശയിക്കണ്ട, ചെക്ക് നോക്കി കണ്ടൊരു വണ്ടി വല്ല വരെ തടുക്കാൻ നോക്ക്. അതൊരു കാർ വരുന്നുണ്ട് കേട്ടാ. അതെ, ഈ കാറിൽ കയറ്റിട്ട് വേഗം കൊണ്ടുപോകാൻ നോക്കാം. അല്ല, അങ്ങനെയല്ല നോക്കണത്. ഒരു ഹെൽപ്പ്, ഒരു ആക്സിഡന്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അതെ, എയർപോർട്ടിലേക്കാണ്. ഞങ്ങൾക്ക് 3 മണിക്ക് എയർപോർട്ടിലെത്തുന്നത്. ഒരു ആക്സിഡന്റ് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ വേറെ വണ്ടി നോക്കി. എയർപോർട്ട് കേസ് അതുകൊണ്ടാണ്. സുഖേട്ടാ, എയർപോർട്ട് പോവാന്ന് അറിയുന്നത്. ഇത് എയർപോർട്ട് ഇങ്ങോട്ട് മാറിക്കടുത്ത്. എന്താണ് ചേട്ടാ? എയർപോർട്ടിലേക്ക് 3 മണിക്ക് ഫ്ലൈറ്റ് ആണ്. ഞാൻ എയർപോർട്ടിൽ പോക്കോന്ന് ആരായതിന് വേണ്ടാന്ന് പറഞ്ഞ് പോണ വഴിക്ക് ആദ്യം കാണുന്ന ഹോസ്പിറ്റലിൽ ഒന്ന് ഇറക്കി വിട്ടാൽ മതി. അവരെ ബാക്കി അവര് നോക്കിക്കോളും. ഭയങ്കര ബ്ലോക്കിൽ പെട്ട് വരണം. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ അയാളെ നിങ്ങളൊന്നും പറയണ്ട. അയാളെ പിടിച്ച് വണ്ടി കയറ്റിക്കാം. ആ ഹെൽമറ്റൂര് അയാൾ കുഴപ്പമൊന്നുമില്ലാന്ന് പറയുന്നത്. അതെ, വീണിട്ട് ആകെ തരിച്ചിരിക്കുകയാണ്. കുഴപ്പമുണ്ടോ ഇല്ലെന്ന് നമ്മൾ പോയി നോക്കിയാലേ പറയാൻ പറ്റൂ. കയറി ഒറ്റയ്ക്ക് വിടല്ലേ, 2 ആളും കൂടി കയറി. വണ്ടി അവിടുന്ന് മാറ്റി വെക്ക്. 2 ആളും കൂടി കയറി. കിട്ടോ? ആ വണ്ടി നേരെ അങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് വെച്ചോ. ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാലേ കണ്ടില്ല നടിച്ച് അങ്ങോട്ട് പോവല്ല വേണ്ട. എന്നിട്ട് ഇടപെടണം. ചെറിയൊരു ആക്സിഡന്റ് ആണ്. അങ്ങനെ നമുക്ക് തോന്നണതല്ലേ. അങ്ങനെ എല്ലാം ചെറുതാ കഴിഞ്ഞ് പോയി കഴിയുമ്പോ നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പശ്ചാത്തപിച്ചിട്ട് കാര്യമുണ്ടോ? അതെ, ആ വണ്ടിയിൽ ചാവി ഉണ്ടോ നോക്ക്. ചാവി ഉണ്ടെങ്കിൽ മേടിച്ചു വെച്ചിട്ട് അവര് വരുമ്പോ കൊടുക്ക്. ശരി, അളിയാ വണ്ടി എടുക്കും. എന്തിനാ ആശുപത്രി കൊണ്ടുപോയി? എന്താ പിന്നെ ചെറിയൊരു പരിക്കിന് അപ്പാട്. എന്ത് ചെറിയ പരിക്ക്? ഇല്ലാത്ത സമയമല്ലേ അളി നമ്മളിങ്ങനെ. ഇതാണ് അളിയനും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ചില കാര്യങ്ങൾക്ക് നമ്മൾ വേണ്ട പോലെ വണ്ടി വിടാൻ. അളിയന്റെ ഓരോ സ്വഭാവം കൊണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടും കൂടിയാണ് ഈ നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് പ്രതീഷും കൂടി ഒരു ബിസിനസ് ആശയം പങ്കുവച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ടോപ്പ് അപ്പ് ഫിനാൻസ്. ഞങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഒറീസ, ബീഹാർ, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചെറിയ രീതിയിൽ ഈ ടോപ്പ് അപ്പ് ഫിനാൻസ് എന്ന കമ്പനി ആരംഭിച്ച് അവിടുത്തെ വ്യവസായികളുടെയും പ്രവാസികളുടെയും സാധാരണ തൊഴിലാളികളുടെയും എല്ലാം വിശ്വാസം ആർജിച്ച് ഇന്ന് ഇന്ത്യ മൊത്തം
വളർന്ന ഒരു വലിയ ഫിനാൻസ് സ്ഥാപനമായി നമ്മുടെ ടോപ്പ് അപ്പ് ഫിനാൻസ് മാറിയിരിക്കുകയാണ്. നിങ്ങൾ സ്വരുക്കൂട്ടുന്ന പണം നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചാൽ എത്ര കാലം സൂക്ഷിച്ചാലും അതിൽ നിന്ന് കുറവ് വരികയല്ലാതെ 1 രൂപ പോലും അതിൽ കൂട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ പേഴ്സിൽ, അതുപോലെ ടോപ്പ് അപ്പ് ഫിനാൻസിന്റെ പേഴ്സിലാണ് നിങ്ങൾ അത് നിക്ഷേപിക്കുകയെങ്കിൽ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ, നിങ്ങൾക്കൊരു ആശുപത്രി കേസോ മക്കളുടെ വിവാഹമോ ഒക്കെ വരുമ്പോൾ ഒരു വലിയ തുകയായി സന്തോഷത്തോടെ തിരിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയും. അപ്പോൾ ഇവിടുത്തെ ആളുകളെ മുഴുവൻ നിങ്ങളിവിടെ ഡെപ്പോസിറ്റ് ചെയ്യിക്കണം. ആദ്യത്തെ അക്കൗണ്ട് ഹോൾഡറായി ഒരു 10 ലക്ഷം രൂപ നിക്ഷേപിക്കാൻ രതീഷ് സാറ് സന്നദ്ധനായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ തുകയായ 10 ലക്ഷം രൂപയുടെ ചെക്ക് സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട രതീഷ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. അതെ, തിരക്കായി പോയി, വന്ന് കണ്ട് ക്ഷണിക്കാൻ പറ്റി. അതൊന്നും കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, ഈ ടോപ്പ് അപ്പ് ഫിനാൻസിന്റെ സ്ഥാപനം നമ്മുടെ കേരളത്തിൽ, അതും നമ്മുടെ നാട്ടിൽ ആരംഭിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ ഇവരുടെ ഈ സ്ഥാപനമുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലും ആ സ്ഥാപനം തുടങ്ങുന്നു, അത് നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വസ്തുത. അപ്പൊ ഈ സ്ഥാപനം നിലനിന്ന് പോകുന്നതിന് അതന്നെ പോകുന്നതിന് പേരെന്തോന്ന് അതായത് ഈ സ്ഥാപനം നമുക്ക് വിശ്വസിക്കാം, നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണിത്. MD പ്യാരിജാതൻ അല്ലെ? MD എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ പ്യാരിജാതൻ, MD പ്രതീഷ്, ഇവര് രണ്ടുപേരെയും നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഇവരുടെ ഈ ടോപ്പപ്പിലേക്ക് നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം നിക്ഷേപിക്കുകയാണെങ്കിൽ നല്ല വൻ തുകയായി പലിശടക്കം നമുക്ക് ലഭിക്കും. അപ്പൊ എല്ലാവരും സഹകരിക്കണം. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരും. ശരി. അപ്പോൾ സാറേ, ഒരു ശ്രദ്ധ വേണം നമ്മുടെ സ്ഥാപനത്തിന്. ഡിപ്പോസിറ്റ് ഒക്കെ പിടിച്ചു തരണം. എന്താവശ്യം പറഞ്ഞാൽ എടാ, ഒരു ഫോട്ടോ എടുത്തേ. ശരി, അപ്പൊ പോയിക്കോട്ടെ ഞാൻ. അപ്പോ ഓക്കെ. രതീഷ് പോട്ടെ. എന്റെ സെക്യൂരിറ്റി പണി ഇവിടെ അത് പറയാൻ പറ്റിയ സമയമാണ്. നടക്കണം അങ്ങോട്ട്. അപ്പോ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും നമ്മൾ ഭക്ഷണം കരുതിയിട്ടുണ്ട്. ഒരു ഗിഫ്റ്റും ഉണ്ട്, അത് മിനീഷ് നമ്മുടെ മാനേജർ ഉണ്ട്, വാങ്ങിയിട്ട് വേണം പോകാൻ. അപ്പൊ എടാ, ഇന്നിപ്പോ വരാൻ പറ്റടേ, ഈ ചെറിയ വേറൊരു പരിപാടി ആയിപ്പോയി. നീ നാളെ എന്നെ വിളിക്കും കേട്ടാ. ശരി. വണ്ടി നോക്കാം. ഇപ്പൊ അവന് തോന്നുമ്പോ വിളിച്ചു പറഞ്ഞാ വണ്ടി നോക്കാന്ന് പറഞ്ഞാ കപ്പലിന്റെയാ? ഞാൻ കഴിച്ചില്ല. നീ എന്താടാ ചോറ് തിന്നുമ്പോഴാ കപ്പലിന്റെ തിന്നണേ? എന്ത് പരിപാടിയാണ് ഇത് കാണിക്കണം നീ? ഒരു സാധനം വാങ്ങിച്ചാ നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ച് തിന്നുമ്പോ അത് ഞാൻ ഒന്ന് അങ്ങോട്ട് പോയി ഫോൺ ചെയ്ത് പറഞ്ഞാൽ അത് തീർത്തോ? നീ ആര് പൈസ കൊടുത്ത് മേടിച്ച്? പൈസ കണക്ക് പറയില്ലേ? പറ. പൈസയുടെ കണക്ക് പറയല്ല. പൈസയുടെ കണക്കാണ് പറയണല്ലോ. ഉച്ചക്ക് ഒരു പൊതി ചോറ് വാങ്ങിച്ച് നമ്മൾ രണ്ടാളും കൂടെ തന്നെ കഴിച്ചേ. അതിന്റെ പൈസ ആരാ കൊടുത്ത്? അതിന്റെ പൈസ ഞാൻ കൊടുത്ത്. അത് ആരോട് മേടിച്ചിട്ട്? എന്തോ എന്നോട് മേടിച്ചിട്ട് കൊടുത്തു. ആ സംസാരിക്കല്ലേ നീ? ഭക്ഷണത്തിന്റെ നിങ്ങൾക്ക് ഒരു വില ഒന്നും ഉണ്ടാക്കാണല്ലോ. നീ എന്നെ കൈകൊണ്ട് സംസാരിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ആര് മേടിച്ചോ നീ? ഉണ്ണേ, അതിലോട്ട് പോണ്ട. ഉണ്ണി തന്നെ. ഉണ്ണി തന്നെ. ഇത് ഇന്നലെ എങ്ങനെയായിരുന്നടാ? ഇന്നലെ എങ്ങനെയായിരുന്നു? നിർത്തേ. എന്താണ് എന്താ റോട്ട് കിടന്ന് ഇങ്ങനെ തല്ലൂടണം? എന്താ പ്രശ്നം? എന്താ നിങ്ങളുടെ പ്രശ്നം? ഹലോ, പ്രശ്നം ചെറിയ പ്രശ്നമൊന്നുമില്ല. അതെ, മാറിക്ക്. ഞാൻ പറയട്ടെ. ഞാൻ പറയാം. എന്തിനാ നിങ്ങൾ തല്ലൂടി? അത് പറ. കാരൊന്നും പിടിക്കല്ലേ. ഈ 2 കിലോ കടല ഉണ്ടാവില്ലോ. ഈ ഞാൻ കുറച്ച് പറക്ക് തിന്ന് തീർന്നുപോയി. റാസ്കളെ, അതില് 2 കിലോ അല്ല, ഇനി 1 ഉള്ളൂ. പകുതി തിന്നണം. അങ്ങനെയാ നമ്മള് ഇത്രയും വർഷം ജീവിച്ച. അങ്ങനെയാ. ഈ കടലല്ലേ പ്രശ്നം? 10 രൂപയുടെ കടല ഞാൻ വാങ്ങി തന്നാ പോരെ? ഞാൻ വാങ്ങി തരാം. 10 രൂപ. നാളെ ആര് വാങ്ങിച്ചു തരും? മറ്റന്നാള് ആര് വാങ്ങിച്ചു തരും? നീ പൈസയുടെ കണക്ക് പറയല്ല. ഇതിപ്പോ എന്താ കടല മുഴുവൻ തിന്നു? അതാണോ പ്രശ്നം? അതേ പ്രശ്നം. അതല്ല, ഇത്
ഞങ്ങള് 10 വർഷമായിട്ട് ഒരുമിച്ച് കഴിയണവരാ. അതാണ് പ്രശ്നം. അതല്ലല്ലോ പറയട്ടെ. ഇന്ന് കാലത്ത് 3 ദോശ വാങ്ങിച്ചു. 1.5 ദോശ അവൻ കഴിച്ചു, 1.5 ദോശ ഞാൻ കഴിച്ചു. ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോറ് വാങ്ങിച്ചു, ഞങ്ങൾ പകുതി കഴിച്ചു. വൈകിട്ട് ചായ വാങ്ങിച്ചു, പകുതി കുടിച്ചു. ഇപ്പൊ ഇവിടെ ഒരു കപ്പലിന്റെ ഒരു പാക്കറ്റ് അടിച്ച് ഒറ്റയ്ക്ക് ഞാനൊന്ന് ഫോൺ ചെയ്ത് തിരിച്ചു. ഒറ്റയ്ക്കാണ് തിന്നത്. കപ്പലിൽ ഞാനേ ഒറ്റയ്ക്കാണ് തിന്നത്. ഫോൺ ചെയ്യാമോ അവൻ പറക്കി തിന്നു ടേസ്റ്റ് ഉണ്ടായി അപ്പൊ തിന്നോണ്ടിരിക്കുമ്പോ തീർന്നു പോയി. അതെ, അത് അങ്ങനെ പാടില്ല. നമ്മളൊരു കടൽ മേടിച്ചു കഴിഞ്ഞാൽ അത് പകുതി ആക്കണം. ഞാൻ തന്നെ പണി നോക്കണോ? വലിയ സംസാരം ഇയാളാകണോ? നീ ജോസ്റ്റ് പുറത്തോളാക്കണോ? എന്താണ് കുറെ നേരമായിട്ട് നിങ്ങളവിടെ വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചേട്ടാ ആ കത്തി അവിടെ എന്നാ കത്തി കുത്തിക്കൊല്ലണോ? കൈമുറിയും. കുത്തിക്കൊല്ലണോ? ചേട്ടാ അത് മാറ്റി വിടി. കൈമുറി കത്തിന്നാ കൊല്ലേ വേണ്ട, ഞാൻ കൊല്ലില്ല. ഒരു പാക്കറ്റ് കടലയ്ക്ക് വേണ്ടി നിന്നിട്ടാണല്ലോ നിങ്ങളുടെ ബഹളം. നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടോ? ആ കള്ളു കുടിച്ചിട്ടുണ്ട്, എനിക്കറിയാം. താനും കുടിച്ചിട്ടുണ്ടല്ലേ? അല്ലേ? കള്ള് കുടിച്ചിട്ട് ഈ പരിസരത്ത് നിന്നിട്ട് ഇനി ബഹളം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകാർ തല്ലുപിടിക്കണുണ്ടല്ലേ? ഇവിടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട് ഇവിടെ ഒരുപാട്. നിറയെ വീടുകളിലിവിടെ പോത്തുപോലെ പോയിട്ട് 2 എണ്ണം കടലയ്ക്ക് വേണ്ടി. ഞാൻ വീട്ടിലേക്ക് എവിടെ പോണ്? എവിടെ നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ അങ്ങോട്ടാണ് എവിടെ? ഭക്ഷണം കഴിക്കും. ഏത് വഴിക്കാ നിങ്ങൾക്ക്? അങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണോ? അല്ല അവിടെ ഹോട്ടലാ. അവിടെ ഭക്ഷണം ആ കഴിക്കും. ഞാനും പോയിക്കോട്ടെ. തൊപ്പി പോയിക്കോളാം സാറേ. മാരങ്ങോടന്മാര്